ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ നെക്രോപോളിസാണ് കേട്ടോ വിസിറ്റ് ചെയ്യാൻ പോണത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇതൊരു സെമിത്തേരിയാണ്. ഇവിടെ 35 ഏക്കറോളം വിസ്താരത്തിലാണ് ഈ സെമിത്തേരി കിടക്കുന്നത്. അതിലൊരു 50,000-തോളം ആൾക്കാരുടെ ശവകുടീരങ്ങളുണ്ട്. ഇതാണ് ഗ്ലാസ്ഗോയുടെ നെക്രോപോളിസിൻ്റെ പഴയ ഒരു ചിത്രം. ഇവിടെ ഗ്ലാസ്ഗോ കത്തീഡ്രൽ നിങ്ങൾക്ക് കാണാം. ഗ്ലാസ്ഗോ നെക്രോപോളിസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഗ്ലാസ്ഗോ കത്തീഡ്രലും ഉള്ളത്. ഗ്ലാസ്ഗോ നെക്രോപോളിസിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കുമ്പോൾ കാണുന്ന ഒരു ബ്രിഡ്ജാണ് ഇത്. ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് ബ്രിഡ്ജ് ഓഫ് സൈ. നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്ന ഈ ഒരു ഏരിയയാണ് കാറ്റാകോംബ്. ഇതിനടിയിലും ശവക്കല്ലറകളാണ് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് 2 സൈഡിൽ കൂടെ നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്തു, കാരണം ലെഫ്റ്റ് സൈഡിലാണ് ഗ്ലാസ്ഗോ കത്തീഡ്രൽ. ഗ്ലാസ്ഗോ കത്തീഡ്രലിൻ്റെ നല്ല കുറച്ച് വ്യൂസും നമുക്ക് കിട്ടും കേട്ടോ. ഈ സൈഡിലേക്കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഇതാണ് ഗ്ലാസ്ഗോ കത്തീഡ്രൽ. നമ്മൾ ഇവിടെയും പോയിട്ടുണ്ടായിരുന്നു. ഗ്ലാസ്ഗോയുടെ ഹിസ്റ്ററിയിൽ വലുതും ചെറുതുമായിട്ട് സംഭാവന ചെയ്ത ഒരുപാട് ആൾക്കാരുടെ ശവകുടീരങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മാത്രമല്ല 2022 ഇറങ്ങിയ ബാറ്റ്മാൻ്റെ അവസാന സീൻസ് ഇവിടെയാണ് കേട്ടോ ചിത്രീകരിച്ചത്. 1831 പാരീസിലെ പെരെ ലച്ചസ് സെമിത്തേരിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു സെമിത്തേരി ഉണ്ടാക്കിയിരിക്കുന്നത്. 1833 സെമിത്തേരി തുറന്നു. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മോണുമെൻറ്റ്സും നിരനിരയായിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറച്ചുമിടാതെ വളരെ നീറ്റായിട്ട് സെയിം ഒരു എന്താ പറയുന്നത്, ഒരു ലൈനിൽ നിരത്തി വെച്ചേക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ അറേഞ്ച് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റിയത് എനിക്ക്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴേക്കുള്ളൊരു വ്യൂ ആണിത്. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ, നായകളൊക്കെ ആത്മാക്കളെ കണ്ടു കഴിഞ്ഞാൽ കുരയ്ക്കുമെന്ന്. ഇവിടെ നായകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നായകളൊക്കെ വളരെ സൈലൻ്റ് ആയിരുന്നു. ഇവിടെ ഉറങ്ങുന്ന എല്ലാവരുടെയും പ്രൊഫഷൻ, അവരുടെ ജെൻഡർ, അവർ എങ്ങനെയാണ് മരിച്ചത്, വർഷം, കാര്യങ്ങൾ എല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു കുന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാലുള്ള വ്യൂ വളരെ ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ തലയുയർത്തി നമ്മുടെ ഗ്ലാസ്ഗോ കത്തീഡ്രലും ഒരുപാട് ബിൽഡിങ്ങുകളാണ് ചുറ്റും. ഈ ദിവസം തന്നെ നമ്മൾ കത്തീഡ്രലിലും പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വൈകാതെ വരുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ. പിന്നെ നമ്മൾ ഈ കുന്നൊക്കെ കയറി കഴിയുമ്പോഴത്തേനും കാണുന്നൊരു കാഴ്ചയാണിത്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ചെസ് ബോർഡിലെ കരുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിയിട്ടേക്കുന്ന പോലെ. പക്ഷേ അതല്ല അതിൻ്റെ സത്യാവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നീറ്റായിട്ട് ഓരോ ലൈൻ ബൈ ലൈനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് നമുക്കങ്ങനെ തോന്നുന്നതാണ്. പക്ഷെ ഞാൻ എൻ്റെ നീറ്റ്നെസ് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഇവർ ലൈൻ ബൈ ലൈനായിട്ട് അറേഞ്ച് ചെയ്തിട്ട് മോണുമെൻറ്റ്സ് വെച്ചിട്ടുള്ളത് എന്ന്. നമ്മൾ ഓരോ ശവകുടീരങ്ങൾ കാണുമ്പോഴും ആലോചിക്കും ഇതുപോലെയൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോയെന്ന്. കണ്ടില്ലേ, ആ കൂട്ടത്തിൽ ഒരെണ്ണമാണിത്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മോണുമെൻറ്റ്സ് ഓരോന്നും വളരെ യുണീക്കാണ്. ഒന്നും ഒരേപോലെ ഇല്ല, എല്ലാം ഡിഫറെൻ്റാണ്. ഓരോന്നിനും ഓരോ രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം സ്കോട്ട്ലൻഡിൽ ഏതാണ്ട് വിൻ്റർ കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത്യാവശ്യം പുറത്തേക്കൊക്കെ ഇറങ്ങാൻ നല്ല ഒരു ക്ലൈമറ്റൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കണ്ടില്ല, ചെറിയൊരു വെയിലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇന്നത്തത്. അല്ലെങ്കിൽ അത്യാവശ്യം തണുപ്പൊക്കെ ആയിരിക്കും. ചില കല്ലറകളിലൊക്കെ കാണാമായിരുന്നു ഒരേ സ്ഥലത്താണ് അമ്മ, മകൾ ഒക്കെ ഉറങ്ങുന്നത് എന്നുള്ളത്. കാരണം ആ കല്ലറേൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡോട്ടറാണ്, മദറാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ
മരിച്ച വർഷവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ചുരുക്കം ചില കല്ലറകൾ ഉണ്ടായിരുന്നു. ഇറങ്ങാറാകുമ്പോഴത്തേനും നമുക്കൊരു പുതിയ ഫ്രണ്ടിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഈ സ്കോട്ട്ലൻഡിൽ ഞങ്ങൾ ഏത് പാർക്കിൽ പോയാലും ഇങ്ങനൊരു പക്ഷിനെ കാണാറുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ഡേ ലൈറ്റൊക്കെ അത്യാവശ്യം കൂടുതൽ സമയം കിട്ടുന്നുണ്ട് കേട്ടോ. കൂടുതൽ സമയം എന്ന് പറയുമ്പോൾ ഒരു 6 മണി വരെയൊക്കെ ഇപ്പോൾ ഡേ ലൈറ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെയാണ്. ഇപ്പം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇരുട്ടായി തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ സ്കോട്ട്ലൻഡ് വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.